ഹായ് ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ. അപ്പോൾ ആ സമയത്ത് എനിക്കതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണം അറിയാവുന്നവർ എന്നുള്ളത്. കമൻറ്റ്സ് ഏറെക്കുറെ എല്ലാം വന്നത് സ്വന്തമായി അവരുടെ ആ ഒരു ചാനൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവരുടെ വീഡിയോസ് കണ്ടു നോക്കൂ, എല്ലാവരും വെറുത്തൊരു സ്ത്രീയാണ് ഷാജിദ ഷാജി എന്നൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അവരുടെ വീഡിയോ കണ്ടിട്ടില്ല, പക്ഷെ അവർ ഒരു ലൈവിൽ അവർ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോടെ മനസ്സിലായി സംഭവം എന്താണ് എന്നുള്ളത്. എന്തായാലും ആ ലൈവിൻ്റെ അകത്ത് അവർ നെല്ലിക്കാട് മുത്തു എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് വളരെയധികം മോശമായ രീതിയിൽ അസഭ്യം പറയുന്നതാണ്. പക്ഷെ എനിക്കതിൽ ഏറ്റവും കൂടുതൽ വിഷമമായി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കൂടെ 5 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഇത് മൊത്തം കേൾക്കുകയാണ് ചെയ്യുന്നത്. അവരെ നിലനിർത്തിക്കൊണ്ട് അവരെ അടുത്ത് നിർത്തിക്കൊണ്ടാണ് അവർ ഈ അസഭ്യങ്ങളും ഭയങ്കര മോശമായ രീതിയിലുള്ള സംസാരങ്ങളും സംസാരിക്കുന്നത്. ശരിക്കും നല്ലൊരു പേരൻറ്റിങ് കിട്ടേണ്ട ടൈമാണ് ആ കുട്ടികൾക്ക്. കാരണം അവർക്ക് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് അറിയാത്തൊരു സമയമാണ്. അവരുടെ ബ്രെയിനിലേക്ക് നല്ലത് എന്ന് പറഞ്ഞ് അവർ ഈ സ്റ്റോർ ചെയ്യുന്ന സംഭവങ്ങൾ അതെല്ലാം ഇവർ ഈ പറയുന്ന തെറിയും ഇവർ ഈ പറയുന്ന അസഭ്യങ്ങളും ആണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വളരെയധികം വിഷമം വരുന്നത്. അതിൻ്റെ താഴെ തന്നെ കമൻറ്റും വന്നിട്ടുണ്ട്. ഇവർ ഈ പറയുന്നത് ഈ ലൈവിൽ തന്നെ ഓരോ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവർ ഈ പറയുന്നത് കുഞ്ഞുങ്ങളും കൂടെ കേൾക്കുമല്ലേ എന്ന്. ആ കുഞ്ഞുങ്ങളെ മുൻനിർത്തിയാണ് ഇവർ ഈ സംസാരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. കാരണമെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങൾ പുറം ലോകത്തോട് ഇവർ ഈ സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ആയിരിക്കും നാളെ നാട്ടുകാരെ സൊസൈറ്റി കുറ്റം പറയുന്നത്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ് ഇത് പഠിച്ചത് എന്ന് ഓർക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പഠിച്ചത് ഇവരിൽ നിന്നാണ് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം കഷ്ടം തോന്നുന്നുണ്ട്. നാളെ ഒരു കാലത്ത് ഇവരെ പറയേണ്ടവരെ ആ കുഞ്ഞുങ്ങളാണല്ലോ ഇതിൻ്റെ പരി കേൾക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്. എന്തായാലും ഞാൻ അവർ പറയുന്ന കാര്യങ്ങൾ ഇവിടെ കൊടുത്തേക്കാം. കുറച്ചധികം അത് കേൾക്കാനുണ്ട് കേട്ടോ. വളരെയധികം മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. നല്ലൊരു പേരൻറ്റിങ്ങിൻ്റെ ഒരു ടൈമിൽ ഇവരിങ്ങനത്തെ രീതിയിൽ അതുപോലെ തന്നെ അടുപ്പിക്കുമെന്നും ഉപദ്രവിപ്പിക്കുമെന്നും കുഞ്ഞുങ്ങളെ വിട്ട് തല്ലിക്കുമെന്നൊക്കെയാണ് ഇവർ ആ ഒരു ലൈവിൻ്റെ അകത്ത് പറയുന്നത്. ഇവൻ്റെ കുറച്ച് ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യേ. ഞങ്ങൾക്കറിയാം, നമുക്ക് സ്വന്തമായിട്ട് അറിയാം. ഇതാ നിങ്ങൾ ഷാജിദ ഷാജി എന്ന് പറയുന്നവള്. ഷാജിദ ഷാജി, നിന്റെ അപ്പനെ എനിക്ക് പൈസ ഉണ്ടാക്കി തരുന്നില്ല. മിസ്റ്റർ മുത്തു വാടാ വാടാ പുല്ലാജ് കഞ്ചാവടിയം മുത്തു കഞ്ചാവടിയം മുത്തു. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു. എപ്പിടീടാ മുത്തു പോയില്ലടാ നെല്ലിക്കാട് നാട്ടില് നിന്നെ അടിക്ക്. നിന്റെ കാരണല്ലേ അടിച്ച് പൊട്ടിക്കണടാ. നിന്റെ കാരണം അടിച്ച് പൊട്ടിക്കാൻ ആണെങ്കിൽ ഇല്ലാത്തോണ്ട് അടിച്ച നിന്റെ മുഖറും കയ്യും കാലും വാങ്ങിയില്ല, വീങ്ങി മറ്റേ എന്താ പറയാ തൊങ്ങിയില്ലടാ മുത്തു. മിസ്റ്റർ മുത്തു, ഈ പാട്ട് പാടാൻ നിനക്ക് എന്താണ് പുല്ല? നിനക്ക് അർഹതയുള്ളത്. തന്തനെ നെഞ്ഞു ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത. ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത. നിന്നെ ആലോചിച്ച് ഉരുകി 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 ചത്തടാ. എടാ പുല്ല മുത്തു, നീ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നടാ തെമ്മാടി. നീ വാടാങ്ങിട്ട്, നീ വാടാ പുല്ല. നീ എന്താടാ പറഞ്ഞേ? എന്റെ മക്കളിനെ നെല്ലിക്കാട് നാട്ടില് നടത്തിയ നീ കഞ്ചാവ് അടിപ്പിക്കടാ. കഞ്ചാവ് അടിയം പുല്ല മുത്തു. നീ എന്റെ മക്കളിനെ ആ തല്ലൂടനന്റെ ഇടയിൽ തന്തയില്ലാത്ത മക്കളിനെ വളർത്തണ കെട്ടിയോനില്ലാണ്ട് നിരങ്ങിയിട്ട് നിന്റെ തള്ളക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി. നിനക്ക് തന്തയില്ലാണ്ട് ആക്കിയില്ലട പടച്ചോന്. മിസ്റ്റർ മുത്തു, അങ്ങനെ തന്നെ വേണട തമ്മാടി, അങ്ങനെ തന്നെ വേണട തമ്മാടി. നിനക്ക് ഇനി നെല്ലിക്കാട് നാട്ടില് അടിന്റെ പൊടി പൂരായിരിക്കോടാ. നീ നെല്ലിക്കാട് നാട്ടില് തല ഉയർത്തി നിക്കാത്ത രീതിയിൽ ഞാൻ ആക്കി തരുടാ തമ്മാടി. നിനക്കൊക്കെ ഒരുപാട് കൂട്ടു നിന്നതാടാ പന്നി നായിന്റെ മോനെ. നിനക്ക് ഞാൻ ഒരുപാട് കൂട്ടു നിന്നതാണ്. പക്ഷെ നീ എന്നെ തല്ലാൻ നീ കേറി ഉണ്ടാക്കിയോ അന്ന് ഞാൻ നിന്നെ നോട്ട് ചെയ്തടാ. നീ നിന്റെ മുന്നിൽ തന്നെ എന്റെ മക്കളെ ഞാൻ വളർത്തോടാ. നിന്റെ മുന്നിൽ എന്നെ വളർത്തും. നീ കണ്ടോടാ ആണുങ്ങളെ വളർത്തുന്നത് എങ്ങനെയെന്ന് നീ കണ്ടോടാ പുല്ല മുത്തു. നീ മറ്റുള്ളവരെ കേറി ഉണ്ടാക്കണ രീതിയിലല്ലടാ ഞാൻ വളർത്തി കാണിച്ചത്. നിന്റെ തള്ളന് തന്തനെ ഇല്ലാണ്ടാക്കി, അടുത്തതിനെ തള്ളനില്ലാണ്ടാക്കും. 2 പെങ്ങന്മാരുണ്ട്. 2 പെങ്ങന്മാര് നീ ആയിട്ടില്ലാണ്ടാക്കൂടാ മുത്തു. എങ്ങനെയാടാ നീ കേറി വരട്ടെ പറഞ്ഞിട്ടാടാ പുല്ല ഞാൻ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു നെല്ലിക്കാട് പുല്ല. ഖാദറിന്റെ മകൻ പുല്ല മുത്തു.
അങ്ങനെ എന്നടെ വരുള്ളൂ നിനക്ക് തന്ത ഇല്ലാണ്ടായില്ലേ? പടച്ചോൻ എന്റെ വിളി കേട്ടു. എന്റെ പടച്ചോൻ എന്റെ വിളി കേട്ടറ പുല്ല. നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എന്റെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ. നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ. അതാടാ പടച്ചോന് അവിടെ ഏടെ വെച്ചിരിക്കണേ. എത്തി മക്കളെ നീ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ എന്റെ കബീർക്കും ഞാനും എത്രത്തോളം നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും എന്റെ മരിച്ചുപോയ കബീർക്കാക്കും അറിയടാ. നീ ഗൾഫ് നാട്ടിൽ കടന്ന് നീ എന്തൊക്കെ കൂത്തടിച്ചിട്ടാടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത് എനിക്കറിയടാ. നെല്ലിക്കാരന്റെ നാട്ടിൽ അത്രയും ചെക്കന്മാരുടെ അടിയും കൊണ്ട് എടാ തെമ്മാടി മുത്തു കഞ്ചാവ് അടിയാ. നീ കണ്ട SI-മാരെയും ബാക്കിയുള്ളവരെയും പുല്ല നീ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കയ്യിലെടാ ആണുങ്ങളെ വളർത്തണ്ട, ആമ്പിള്ളേരെ വളർത്തണ്ട. തല്ലണ്ട പ്രായമാകുമ്പോ തല്ലിക്കോടെ ഞാൻ ഇതാ ഇങ്ങനെ 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 വിളിക്കണ്ടാ. നായിന്റെ മോനെ ചത്തു പോയില്ലടാ തന്ത. പോവൂടാ, അങ്ങനെ തന്നെ പോവൂടാ. അത് എന്റെ മനസ്സിന്റെ ഉരുക്കാടാ. അത് നീ അനുഭവിക്കണം. നീ അനുഭവിച്ചേ തീരൂ. നിന്റെ തന്ത ഉരുകി 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 ചത്തു. നിന്നെ ആലോചിച്ച് ഉരുകി ഉരുകി ചത്തടാ. ചത്തില്ലടാ. അങ്ങനെ തന്നെ വേണടാ. അങ്ങനെ തന്നെ. നീ മിസ്റ്റർ മുത്തു എന്താ കേറി വരാത്തേന്ന് ഞാൻ നോക്കി നിൽക്കായിരുന്നടാ. പുല്ലമുത്തോ എന്താടാ? എന്റെ 5 മക്കളെ ഷാജി നെല്ലിക്കാട് നാട്ടിൽ തന്നെ വളർത്തണ്ടാ. നീ കഞ്ചാവ് അടുപ്പിക്കടാ മുത്തു. നീ ഒന്ന് കഞ്ചാവ് വാങ്ങി എന്റെ മക്കളൊന്ന് അടുപ്പിച്ച് കാണിച്ചാട്ടടാ. പന്ന കഴിവേറിന്റെ മോനെ. നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നടാ. പന്നെ എന്റെ അളാമാന്റെ മക്കളെ നശിപ്പിച്ചു. ആ നെല്ലിക്കാട് നാട്ടിലത്തെ അത്രയും കുട്ടികളെ നശിപ്പിച്ചത് നീയാടാ നായിന്റെ മോനെ. നിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ട് കുറെ കാലായടാ പുല്ല. നീ നാട്ടിനും വേണ്ട, വീടിനും വേണ്ട, നിന്റെ കുടുംബക്കാർക്കും വേണ്ടാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണ ശവം തീനി ശവോടാ നീയൊക്കെ പുല്ലനാടാ. മുത്തോ എന്തിനാടാ നാറി ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാനായിട്ട്, ചെറിയ പൈതങ്ങളെ നശിപ്പിക്കാനായിട്ട് നാറി തൊട്ട വീട്ടിലെ മരുമക്കളിനെയും ബാക്കിയുള്ളവരെ അടിച്ച് ഓടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇനി എന്റെ നെഞ്ഞത്തോട്ട് കുറെ നാട്ടുകാരുടെ നെഞ്ഞത്തോട്ട് കയറി. ഇനി അവ എന്റെ മക്കളുടെ നെഞ്ഞത്തോട്ടും കൂടി ഇങ്ങോട്ട് പാടാ പുല്ലമുത്തു. നെല്ലിക്കാട് നാട്ടിൽ തന്നെ അന്തസായി ഷാജി വളർത്തോടെ. നിന്റെ മുന്നിലൂടെ 5 കബീറിന്റെ മക്കളെ 5 ഷാജി വളർത്തി കാണിച്ചു തരാടാ പുല്ല. നിന്റെ തന്ത നെഞ്ഞുരുക്കി ചത്തതേ, നിന്റെ തന്ത നെഞ്ഞുരുക്കി ചത്തിട്ടുണ്ടെങ്കിൽ നിന്റെ അതം പതിച്ച നിന്റെ സ്വഭാവം നിന്റെ കഞ്ചാവടിയും കൊണ്ടാടാ. കഞ്ചാവടിയൻ ഞങ്ങളുടെ നെല്ലിക്കാട് നാട്ടിൽ നീ കഞ്ചാവടിയൻ. നിന്നെ എത്ര പ്രാവശ്യം പോലീസ് പൊക്കിയടാ. എത്ര പ്രാവശ്യം പോലീസ് പൊക്കി. എത്ര കുട്ടികളുടെ കയ്യിൽ നിന്ന് നീ കഞ്ചാവ് കൊടുത്തു. നെല്ലിക്കാട് എന്നെ വളർത്തുണ്ടാ. ഷാജി 5 പുലികളെ വളർത്തുന്നുണ്ട്. ഈ പുലികളുടെ നാട്ടിൽ എലി പോലെ നീയൊക്കെ പുല്ല. നെല്ലിക്കാട് ഉള്ളവർക്കേ അപമാനോടാ. നെല്ലിക്കാട് ഉള്ളവർക്കേ നിന്നെ വെറുത്തിട്ടുണ്ടടാ. അമ്മാടി ഇറങ്ങി പോടാ എന്റെ ലൈവിന്ന് ചേച്ചേ. നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു മോനെ. നീ എന്റെ ലൈവിൽ കയറി വരും എന്നെനിക്ക് അറിയായിരുന്നോടാ മോനെ. എടാ നീ എന്റെ ഈ മക്കളിലേക്ക് നീ എന്താ പറഞ്ഞത്? ഈ മക്കളിലേക്ക് നീ കൊഞ്ചം ഓടിപ്പിക്കോടാ മോനെ. നീ ഒന്ന് അടുപ്പിച്ച് കാണിക്കടാ മോനെ. ഒന്നല്ലടാ എനിക്ക് കാണേണ്ടത്. നീ ഒന്ന് കാണിക്കടാ. നിന്റെ തന്ത കാതർ ഉണ്ടാക്കിയതല്ലടാ. അത് കബീറിന്റെ വിത്തുകളിടാ.